യൂദായുടെ ലേഖന പഠന പരമ്പരയിൽ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ 10 വാക്യങ്ങളെ ധ്യാനിച്ചു. കഴിഞ്ഞ ദിവസം അറിവുകളിൽ കൂടെ ഉണ്ടാകുന്ന അനുഗ്രഹവും നാശവും, അറിവ് പ്രാപിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതായ വിഷയവുമാണ് നമ്മൾ ഏറ്റവും ഒടുവിലായി ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ 11-ാം വാക്യത്തിലേക്കാണ് വരുന്നത്. യൂദായുടെ ലേഖനം 11-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒത്തിരി സഭകളിലൊക്കെ പാസ്റ്റർമാർ കുത്തിപ്രസംഗിക്കാനൊക്കെ എടുത്തിട്ടുള്ള വാക്യമാണ്. ഞാൻ ആ വാക്യത്തിൽ നിന്ന് കുത്താനും വെട്ടാനും ഒന്നുമല്ല, എൻ്റെ ശുശ്രൂഷ അതുമല്ലല്ലോ. യൂദായുടെ ലേഖനം 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ച് പോകുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. വളരെ കാവ്യാത്മകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് ഇത്. നടക്കുക, ഏൽപ്പിക്കുക, നശിച്ചു പോവുക. ഞാൻ ഈ വാക്യത്തെ 2-3 ഭാഗങ്ങളായി വിവരിക്കാം. പഠിപ്പിക്കുക എന്ന വാക്കിനെക്കാട്ടിലും വിവരിക്കുക എന്ന് പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളതിനകത്ത് 3 ഭാഗങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ പറയുകയാണ്, കയ്യിൻ്റെ വഴിയിൽ നടക്കുക, ബിലയാമിൻ്റെ വഞ്ചനയിൽ ഏൽപ്പിക്കുക, കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുക. നടക്കുക, ഏൽപ്പിക്കുക, നശിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാം, നമ്മുടെ നടപ്പ് നമ്മളെ നശിപ്പിക്കരുത്. നമ്മൾ ആർക്ക് എന്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നോ അത് നമ്മളെ നശിപ്പിക്കരുത്. നടപ്പിനാൽ നശിപ്പിക്കരുത്, സമർപ്പണത്താൽ നശിക്കരുത്. ഒന്നും കൂടെ, നടപ്പിനാൽ നശിക്കരുത്, സമർപ്പണത്താൽ നശിക്കരുത്. ഞാനെന്നാൽ അവിടെ ഒതുങ്ങി നിൽക്കാനല്ല, ആ വാക്യത്തെ ഒന്ന് വിശാലമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. വഴി, വഞ്ചന, മത്സരം. വഴി, വഞ്ചന, മത്സരം. അങ്ങനെ 3 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വഴി കയ്യിൻ്റേത്, വഞ്ചന ബിലയാമിൻ്റേത്, മത്സരം കോരഹിൻ്റേത്. വഴി, വഞ്ചന, മത്സരം. ഈ ഒരു മനുഷ്യൻ്റെ നാശത്തിന് കാരണമായി നിൽക്കുന്ന 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. വഴി, വഞ്ചന, മത്സരം. ഇനിയും നമുക്കിവിടെ 3 വ്യക്തികളെ കാണുവാൻ കഴിയും. കയീൻ, ബിലയാം, കോരഹ്. കയീൻ, ബിലയാം, കോരഹ്. ഇങ്ങനെ 3 വ്യക്തികളുടെ നാശം, 3 നാശത്തിൻ്റെ കാരണം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ 11-ാം വാക്യം എടുത്ത് ഒന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ വികാരപരമായി ഏതെങ്കിലും മുമ്പിലിരിക്കുന്ന ഒരുത്തൻ്റെ മണ്ടയ്ക്ക് കൊട്ടാനല്ലാതെ, വികാരപരമല്ലാതെ വചനാടിസ്ഥാനത്തിൽ പ്രസംഗിച്ചാൽ ഇതിനകത്ത് നാശത്തിൻ്റെ 3 സാധ്യതകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കയ്യിൻ്റെ പ്രശ്നവും ബിലയാമിൻ്റെ പ്രശ്നവും കോരഹിൻ്റെ പ്രശ്നവും, ഇത് 3 കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന 2 കാലഘട്ടങ്ങളിലായി 3 പേരിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കയീൻ എന്ന് പറയുന്നത് ആദാമിൻ്റെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷ സംഗമത്താൽ ജനിച്ച ആദ്യത്തെ മനുഷ്യൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കയീൻ്റെ വഴി, ബിലയാമിൻ്റെ വഞ്ചന, കോരഹിൻ്റെ മത്സരം. ഇതിൻ്റെ പിമ്പിലുള്ള 3 കാര്യങ്ങൾ. കയീൻ്റെ പ്രശ്നം എന്തായിരുന്നു? കയീൻ്റെ തെറ്റെന്തായിരുന്നു? ഹാബേൽ വിശ്വാസത്താൽ കയീൻ്റെ ഇതിനെക്കാട്ടിലും ഉത്തമമായ വഴിപാട് ഹാബേൽ കഴിച്ചു. അതാണ് എബ്രായർ 11 പറയുന്നത്. അപ്പോൾ ഹാബേലിൻ്റെ ആരാധനയ്ക്കും കയീൻ്റെ ആരാധനയ്ക്കും തമ്മിലുള്ള വ്യത്യാസം നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ദൈവത്തിന് രക്തം വേണം, രക്തം കൊടുത്തതുകൊണ്ടാണ് ദൈവം ഹാബേലിൽ പ്രസാദിച്ചത്, കയീൻ രക്തം കൊടുക്കാഞ്ഞതുകൊണ്ടാണ് പ്രസാദിക്കാഞ്ഞതെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. കയീനും ഹാബേലിനും അന്ന് യാഗം കഴിക്കണമെന്ന് പോലും ദൈവം പറഞ്ഞിട്ടില്ല. യാഗം കഴിക്കാനുള്ള പ്രമാണവും ദൈവം കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് ഈ സംഭവം പ്രതിപാദിക്കുന്നത്. ഞാൻ ആ ഭാഗം പ്രതിപാദിച്ച് മുമ്പോട്ട് പോകാം. കയീനും ഹാബേലും ഒരു വീട്ടിലാണ് വളരുന്നത്. അപ്പനും അമ്മയും ആദമും ഹവ്വയാണ്. അപ്പോൾ ഈ ആദമും ഹവ്വയും ഇവരുടെ അടുക്കൽ പഴയകാല സംഭവങ്ങളെല്ലാം പറയും. മക്കളെ, നമ്മൾ പണ്ട് ഇവിടെ ഒന്നും അല്ലായിരുന്നു താമസിച്ചത്, കിളച്ച് നടുവൊടിഞ്ഞു വരുന്ന
ആദാം പറയും, പണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ കുടുംബത്തിലെ കഷ്ടപ്പാടും വേദനയുടെയൊക്കെ നടുവിൽ ആദമും ഹവ്വയും എപ്പോഴും പറയും, നമ്മളിങ്ങനെ ഒന്നും ജീവിക്കേണ്ടവരല്ലായിരുന്നു, നമ്മൾ ഏദനിൽ ജീവിച്ചതാ, ദൈവത്തിൻ്റെ തോട്ടത്തിൽ ജീവിച്ചതാ, നമ്മൾക്കിങ്ങനെ ഉടുപ്പ് കഴുകേണ്ടിയൊന്നും ആവശ്യമില്ലായിരുന്നു, നമ്മൾ നല്ല തേജസ്സിൻ്റെ വസ്ത്രം ഉടുത്തിരുന്നവരാ, നമ്മൾ നല്ല കായ്കനികൾ ഭക്ഷിച്ചിരുന്നവരാ, എന്നും വൈകിട്ട് ദൈവം നമ്മുടെ അടുക്കൽ വരുമായിരുന്നു, നമ്മൾ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമേ ഇല്ല, സൂര്യൻ അസ്തമിക്കുമ്പോൾ വെളിച്ചമായിട്ട് ദൈവം നമ്മുടെ അടുക്കൽ വരുമായിരുന്നു, എന്തോ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഈ കയീനും ഹാബേലും ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ ആദമും ഹവ്വയും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് അവർ പറയും, നമ്മളന്ന് തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ കൂട്ടിത്തുന്നിയ അത്തിയിലേക്ക് ഉണങ്ങിപ്പോയി, ആ സമയത്ത് ദൈവം ഞങ്ങളെ വിളിച്ച് അരികെ നിർത്തി ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ തോലെടുത്ത് ഞങ്ങൾ ഉടുപ്പാക്കി ഞങ്ങളെ ഉടുപ്പിച്ചു. നമ്മൾക്ക് ആദ്യം ഉടുപ്പ് മേടിച്ച് തന്നത് ദൈവമാണ് മക്കളെ, ദൈവമാണ് നമുക്ക് ആദ്യത്തെ ഉടുപ്പ് തന്നത്. എന്നിട്ട് ആദമും ഹവ്വയും കൃഷിയിടത്തിൽ നിന്ന് പണിത് കയറി വരുമ്പം മുള്ളുകളെയൊക്കെ പറിക്കുമ്പം പറയും, പണ്ട് ഏദനിൽ ഈ മുള്ളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം ശപിച്ചതാ, ആ ശാപമാ ഈ മുള്ളും ഇതുമായിട്ടൊക്കെ, നീ വേർപ്പോടുകൂടെ ഉപജീവനം കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഹാബേലിന് ദൈവത്തോട് ഭയങ്കര സ്നേഹമുണ്ടായി. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉടുപ്പ് മേടിച്ചു കൊടുത്ത ദൈവം, അതിനുവേണ്ടി മൃഗത്തെ അറുത്ത ദൈവം, അപ്പോൾ ഈ ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണം, ആ ദൈവത്തോട് നന്ദി പറയണം. അതിന് ഹാബേൽ ആട്ടിടയനായി അതിനകത്തെ ആദ്യ ഫലങ്ങളിൽ ഒന്നിനെ കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഉടുപ്പുണ്ടാക്കാൻ വേണ്ടി മൃഗത്തെ മുറിച്ച് തോല് തന്നെയല്ലേ, ഇതാ എൻ്റെ മൃഗത്തെ തിരുമുൻപാകെ വെക്കുന്നു, ഇത് നന്ദിയാ പിതാവേ, ദൈവമേ നന്ദിയാ ദൈവമേ, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പരാജയം പറ്റി, എങ്കിലും എന്നെ നിന്നോട് അടുപ്പിക്കണേ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ ബഹുമാനിക്കുകയാണ് ഹാബേൽ. പക്ഷെ കയീൻ എന്താണെന്നറിയാമോ? ദൈവം അങ്ങേര് പറഞ്ഞു, ഇവിടെ മുള്ളും പറക്കാരെ മുളയ്ക്കത്തുള്ളെന്ന്, പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടു, ദൈവം പ്രാഗിയാൽ എന്താ, ദൈവം അനുകൂലമല്ലെങ്കിൽ എന്താ, ദൈവം ശപിച്ചാൽ എന്താ, ഞാൻ കഷ്ടപ്പെടും, ദൈവം ഉണ്ടേലും ഇല്ലേലും മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടെന്നാണ് അവൻ ജീവിക്കുന്നത്. ഹാബേൽ വഴിപാട് അർപ്പിച്ച് ദൈവത്തെ മാനിക്കുമ്പോൾ കയീൻ പതുക്കെ കുറേ മത്തനും കുമ്പളവും വാഴയും ചേനയും എല്ലാമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് എന്നിട്ട് പറഞ്ഞു, ഇങ്ങേരെന്താ പറഞ്ഞേ, ഇവിടെ മുള്ളും പറക്കാരെ മുളയ്ക്കത്തുള്ളെന്നോ, നോക്കിയിരിക്കുന്ന സാധനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് ദൈവത്തോട് റിബൽ ചെയ്യുകയാണ്. നീ നശിപ്പിച്ചിടത്ത് ഞങ്ങൾ പണിയുവട. ഈ മൈൻഡാ ബാബേലിലും വരുന്നത്. നമ്മളെ വെള്ളം കൊണ്ട് നശിപ്പിച്ചെങ്കിൽ നമ്മൾ വെള്ളം മുക്കാത്ത ഗോപുരം പണിയാം. അപ്പോൾ ദൈവത്തോടൊരു റിബല്യസ് മൈൻഡ് കയറി വരികയാണ്. അതാണ് കയീൻ്റെ വഴി, ദൈവത്തോട് എതിർക്കുക. ഇനി അടുത്തത് ദൈവത്തിനെ ആരാധിക്കാനുള്ള മടി. അപ്പോൾ കയീൻ്റെ വഴി എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്താഗതി. അടുത്ത ഭാഗങ്ങളിലേക്ക് യൂദായിൽ തന്നെ പറയുന്നുണ്ട്, പിറുപിറുപ്പുകാരും ആവലാതി പറയുന്നവരും. അപ്പം ദൈവത്തോട് ഹൃദയത്തിനകത്തൊരു ശത്രുതയും മനസ്സ് മടുത്ത് പിറുപിറുത്ത ഒരു സ്വഭാവം. രണ്ടാമത്തെ ആള് ബിലയാമാണ്. ബിലയാമിന് എന്തായിരുന്നു പ്രശ്നമെന്നറിയാമോ? ബിലയാമിന് ദൈവത്തോട് വെറുപ്പും ദേഷ്യമൊന്നുമില്ല. ബിലയാമിൻ്റെ പ്രശ്നം കാശായിരുന്നു. ബിലയാം ദൈവം പറഞ്ഞതൊക്കെ കേട്ട് വീട്ടിൽ ഇരുന്നയാ, പക്ഷെ കാശ് കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ അച്ഛൻ അവിടുന്ന് അങ്ങ് ഇളകി. ഒരാൾക്ക് മാനസിക ഈഗോയായിരുന്നു വിഷയം, കയീൻ ഈഗോയായിരുന്നു വിഷയം. പക്ഷേ ബിലയാമിനെ സംബന്ധിച്ച് പണമായിരുന്നു വിഷയം. പണത്തിനകത്ത് അവൻ വീക്കായിരുന്നു. ആര് കാശ് കൂടുതൽ തരാമെന്ന് പറഞ്ഞു അവിടെ പോകും. അവന് കഴിവുണ്ട്, താലന്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പണത്തിൻ്റെ കാര്യം വരുമ്പം ഇവന് കിട്ടിയ താലന്തും ഇവന് കിട്ടിയ കൃപ ഇവന് കിട്ടിയ കഴിവുകളും എല്ലാം ഇവന് ഉപയോഗിക്കാൻ തുടങ്ങി. അവൻ കൂലിയെ കൊതിക്കുന്നവനായിരുന്നു. ഏതൊരു കാര്യം ചെയ്താലും അവന് കൂലിയായിരുന്നു പ്രത്യേകത. ഞാനതിനെ ഇങ്ങനെ പറയും, പ്രോഫിറ്റ് ബിയോണ്ട് ഇൻറ്റിഗ്രിറ്റി. നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ലാഭം പ്രതീക്ഷിച്ചൊരു കാര്യം ചെയ്യാം, രണ്ട് നമ്മുടെ പേര് പ്രതീക്ഷിച്ചൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇൻറ്റഗ്രിറ്റി. നമ്മൾ ചിലരെയൊക്കെ നമ്മുടെ വീട് പെയിൻറ്റിങ്ങിന് വിളിച്ചാൽ ആ പെയിൻറ്റിങ്ങുകാർ പറയും, അച്ചായ ഇത് ചെയ്താൽ വൃത്തികേടാ. ഇല്ല, ഇതെങ്ങനെ അങ്ങ് ചെയ്തോ,
ഇല്ല. വഴിയെ പോകുന്നവർ ചോദിക്കത്തില്ലേ ആരായി വീട് പെയിൻറ് ചെയ്തതെന്ന്. ആണോ? അപ്പോൾ അവർക്കൊരു ലാഭമല്ല വിഷയം, ഞങ്ങൾ ചെയ്ത പണിക്കൊരു ഗുണമുണ്ട്. ഇൻ്റഗ്രിറ്റി. അപ്പോൾ പ്രോഫിറ്റ് ബിയോണ്ട് അബവ് ഇൻ്റഗ്രിറ്റി അല്ല നമുക്ക് വേണ്ടത്, ഇൻ്റഗ്രിറ്റി അബവ് പ്രോഫിറ്റാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾക്കൊക്കെ ചില വാഹനങ്ങളെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ജപ്പാൻ്റെ വാഹനങ്ങൾ. പണ്ട് നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ജപ്പാൻ്റെ സാധനങ്ങളാണ് മേടിക്കുന്നത്. അതിൻ്റെ കാരണം ജപ്പാൻ്റെ സാധനം എന്നാൽ അതിന് മേടിക്കുന്ന സാധനത്തിനൊരു മൂല്യമുണ്ട്, ഒരു ഇൻ്റഗ്രിറ്റി ഉണ്ട്, അതിനൊരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ചൈനയുടെ സാധനം വരുമ്പോൾ നമ്മൾ പറയും ചൈനയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പ്രോഫിറ്റ് ബിയോണ്ട് ഇൻ്റഗ്രിറ്റി, ഇൻ്റഗ്രിറ്റി ബിയോണ്ട് പ്രോഫിറ്റ്. പണത്തിനാണോ മൂല്യം, അതോ എൻ്റെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിനും അന്തസ്സിനുമാണോ? അവിടെയാണ് ബിലയാമിൻ്റെ പരാജയം. പ്രോഫിറ്റ് അബവ് ഇൻ്റഗ്രിറ്റി. നോ, നമ്മുടെ ജീവിതത്തിൽ പ്രോഫിറ്റ് അബവ് ഇൻ്റഗ്രിറ്റി അല്ല വേണ്ടത്, ഇൻ്റഗ്രിറ്റി അബവ് പ്രോഫിറ്റ്. നഷ്ടം വന്നാലും 10 രൂപ നഷ്ടം വന്നാലും നമ്മുടെ പണിയെ ഒരുത്തൻ കുറ്റം പറയരുത്. 10 രൂപ നഷ്ടം വന്നാലും നമ്മുടെ ശുശ്രൂഷയെ ഒരുത്തൻ കുറ്റം പറയരുത്. 10 രൂപ നഷ്ടം വന്നാലും ദേശത്തിൽ ഞാൻ ദൈവപൈതലാണെന്നുള്ളതിന് ഒരു ഭംഗം വരരുത്. 10 രൂപ പോകുന്നത് പിന്നെ വരും, പക്ഷേ എൻ്റെ മാന്യത, എൻ്റെ ഇൻ്റഗ്രിറ്റി, എൻ്റെ സുതാര്യത അത് ഞാൻ കളയത്തില്ല. അപ്പം ബിലയാമിൻ്റെ ജീവിതത്തിലെ പ്രശ്നം അതായിരുന്നു. കയീൻ കഴിഞ്ഞു, ബിലയാം കഴിഞ്ഞു. ഇനി കോരഹിന് ഈഗോയായിരുന്നില്ല പ്രശ്നം. കോരഹിന് ദൈവത്തോടുള്ള ശത്രുതയൊന്നും ആയിരുന്നില്ല പ്രശ്നം. പുള്ളിക്ക് പണവും ആയിരുന്നില്ല വിഷയം. പുള്ളിയുടെ വിഷയം എന്തായിരുന്നെന്നറിയാമോ? എടാ അഹരോൻ മാത്രം ഈ മിടുക്കനായിട്ട് മുന്നിൽ കയറി നിൽക്കുന്നു, എനിക്കൂടെ എന്താ അങ്ങനെ കയറി നിന്നാൽ? പുള്ളിക്ക് സ്ഥാനവും മാനവുമായിരുന്നു വിഷയം. പുള്ളിക്ക് സ്ഥാനവും മാനവും. ആൾ കൂടുന്നിടത്ത് പുള്ളിക്ക് മുമ്പിൽ വരണം, പ്രൈം ടൈമിൽ പുള്ളിയുടെ മുഖം വരണം. പുള്ളിയുടെ പ്രശ്നം അതാ. അപ്പോൾ 3 പ്രശ്നങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്ന്, കയീനെ പോലെ മനസ്സിനകത്ത് കിടക്കുന്ന ഈഗോ, പ്രതികാരം, പക, ക്ഷമിക്കാൻ കഴിയാത്ത സ്വഭാവം, സ്നേഹിക്കാൻ കഴിയാത്ത സ്വഭാവം, വിശ്വസിക്കാൻ കഴിയാത്ത സ്വഭാവം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പരാജയം, അടിസ്ഥാന ജയമെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാരക്ടറിനകത്താണ്. നമുക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ അടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഏതാണ്ട് നമ്മളതിൻ്റെ ഈ 21-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ വിഷയം വീണ്ടും അവിടെ പരാമർശിക്കുന്നുണ്ട്. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം, സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, ആ ഒരു തുറന്ന മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാബേലിനെ പോലെ നല്ല ആരാധന കഴിക്കാൻ കഴിയുകയുള്ളൂ. ഒന്ന്, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന, ക്ഷമിപ്പാൻ കഴിയുന്ന, പകയില്ലാത്തൊരു നല്ല ഹൃദയമുണ്ടാകണം, അല്ലെങ്കിൽ കയീൻ്റെ ആരാധനക്കാരാകും നമ്മൾ. 2, പണത്തിൻ്റെ മേൽ നമുക്കൊരു ജയമുണ്ടാകണം. പണം നമ്മളെ സ്വാധീനിക്കരുത്, പണം നമ്മളെ ഭരിക്കരുത്, പണത്തിനു വേണ്ടി ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തരുത്, പണത്തിനു വേണ്ടി നമ്മുടെ പാലിൽ വെള്ളം ചേർക്കരുത്, പണത്തിനു വേണ്ടി ജീവിക്കരുത്. പണം നമുക്ക് ജീവിപ്പാനുള്ള ഒരു ഉപാധി മാത്രമാണ്, പണത്തിനു വേണ്ടി ജീവിക്കരുത്. പണത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യരുത്, പണത്തിനു വേണ്ടി പ്രസംഗിക്കരുത്, പണത്തിനു വേണ്ടി പാടരുത്, പണത്തിനു വേണ്ടി ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകരുത്, പണത്തിനു വേണ്ടി ഒരു കാര്യം ചെയ്യരുത്. ഇൻ്റഗ്രിറ്റി അബവ് പ്രോഫിറ്റ്. അവിടെ നമുക്ക് ബിലയാമിനെ കീഴ്പ്പെടുത്താൻ കഴിയും. 3, കോരഹിൻ്റെ മത്സരം. എനിക്കെന്താ സ്ഥാനം കിട്ടണം, എനിക്ക് മാനം കിട്ടണം, എനിക്ക് പ്രായം കൂടുതലല്ലേ, എനിക്ക് അറിവ് കൂടുതലല്ലേ? നോ, നിൻ്റെ സ്ഥാനം ദൈവം നിനക്ക് തരേണ്ടതാ, നിൻ്റെ മാന്യത ദൈവം നിനക്ക് തരേണ്ടതാ. സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി ബഹളം വെക്കരുത്. അത് കോരഹിൻ്റെ നാശത്തിന് പങ്കാളികളാക്കി തീർക്കും. നാശത്തിൻ്റെ 3 വഴികളെ നാം കണ്ടു. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്ന കയീൻ്റെ പകയും മടിയും. 2, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ പറയുന്ന ബിലയാമിൻ്റെ പണക്കൊതി. 3, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്ന കോരഹിൻ്റെ മത്സരം, വഴി, വഞ്ചന, മത്സരം. ഈ 3 കാര്യങ്ങളെ ഒഴിഞ്ഞിരിക്കാം. അത് ജീവിതത്തിൻ്റെ ഒരനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.